ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ദ മച്ച് അവൈറ്റഡ് ഗൂഗിൾ പിക്സൽ 9a അൺബോക്സിംഗ് ആൻഡ് യൂസർ എക്സ്പീരിയൻസ്. ഇതിപ്പോൾ എനിക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് ഒരു 2 ദിവസമായി. ഞാൻ ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ഓൾമോസ്റ്റ് ഒരു എത്ര പൈസ ആയിട്ടുണ്ടായിരുന്നത്? 50,000 റുപ്പീസാണ് വന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങിലോട്ടേക്ക് ആദ്യം കടക്കാം. പിന്നെ ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ടുള്ള ഒരു യൂസർ എക്സ്പീരിയൻസ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. ഒളിക്കുന്ന കാണിക്കട്ടെ. സോ ദിസ് ഈസ് ദ ഗൂഗിൾ പിക്സൽ 9a. എൻ്റെ കയ്യിൽ ഹോൾഡ് ചെയ്തതിൽ വെച്ചിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് ഫോൺസ് ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു ഫോൺ. ഈ പ്രൈസ് റേഞ്ച് വെച്ചിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇൻ ദിസ് ബ്യൂട്ടിഫുൾ കളർ. ഇത് ഈ കളറിന് ഐറിസ് എന്നാണ് അറിയപ്പെടുന്നത്. മാൻ, ലുക്ക് അറ്റ് ദിസ് സ്ലീക്ക് ഡിസൈൻ. അതുപോലെ തന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ്. എത്ര ആൾക്കാർ ഈ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഈ ഗൂഗിൾ ഫോണിൽ ഞാൻ ഭയങ്കരമായിട്ട് ഒരു എഡിക്റ്റഡ്, ഒരു ഫാൻ ബോയ് എല്ലാം ആയി എന്ന് പറയേണ്ടി വരും. എന്തായാലും ഞാൻ ഇതിന് കൂടിയൊരു ഫോൺ ഉണ്ടല്ലോ, 70,000. ഏതാ അതിൻ്റെ പേര്? 9. അത് എന്തായാലും ഞാൻ ഭാവിയിൽ വാങ്ങുന്നതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡിസൈൻ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അതായത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ നോച്ചൊന്നും പുറത്തോട്ടേക്ക് നിൽക്കുന്നേ ഇല്ല. ഫുൾ ഓൺ ഇതിലോട്ടേക്ക് സബ്മേർജ്ഡ് ആയിട്ടാണുള്ളത്. ഇറ്റ്സ് ലുക്കിംഗ് റിയലി പ്രീമിയം ആൻഡ് ക്രിസ്പ്. അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഈ നല്ല കളറിൽ തന്നെ 2-3 കളേഴ്സ് ഇതുപോലെ തന്നെ ഉണ്ട്. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അമ്മാതിരി രീതിയിലുള്ള. അതുപോലെ തന്നെ ഇതിന്റെ ബാറ്ററിയും സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇമ്മൻസ് ബാറ്ററി. അത് ഏകദേശം ഫുൾ ചാർജ് 5G വെച്ച് നിങ്ങൾ യൂസ് ചെയ്താൽ പോലും എനിക്ക് തോന്നുന്ന ഒരു 1 ഡേ എന്തായാലും എത്തും. അല്ലെങ്കിൽ എന്തായാലും 2ാമത്തെ ദിവസത്തേക്ക് വരെ ഇതിന്റെ ചാർജ് സംഭവം എത്തും. ഞാൻ ഈ ഫോൺ വാങ്ങിച്ചതിന്റെ മേജർ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലം വീഡിയോസും ഫോട്ടോസും എടുക്കാനാണ്. അതിന്റെ കാര്യത്തിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയാം. ഞാൻ ഇതിന്റെ ക്യാമറ ടെസ്റ്റ് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് വിത്ത് 3 ഫോൺ, സാംസങ് S24 അൾട്ര വെച്ചിട്ട്, എൻ്റെ കയ്യിലുള്ള iPhone 12 Pro Max വെച്ചിട്ട്, പിന്നെ ഈ ഫോണും വെച്ചിട്ട് ക്യാമറ ടെസ്റ്റ്, വിഷ്വൽസ്, നൈറ്റ് വീഡിയോസ്, ഫോട്ടോസ്, വീഡിയോസ് എല്ലാം എടുത്തിട്ടുണ്ട്. അതെല്ലാം നമ്മളിപ്പം കൊടുക്കുന്നതായിരിക്കും. അതെല്ലാം നിങ്ങളൊന്ന് കണ്ടു നോക്കും. എന്നിട്ട് എങ്ങനെ എന്താണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കമൻറ്റ് ചെയ്യും. S24-നെക്കാട്ടും നല്ല വീഡിയോ ക്ലാരിറ്റി അതിനാണ്. പിന്നീട് ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ടെസ്റ്റ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും. അത് ആ ഉപയോഗിച്ച ഫോൺ എന്ന് പറഞ്ഞാൽ സാംസങ് S25 അൾട്രയാണ്. അപ്പോൾ ബാക്കിയുള്ള ഫോണെല്ലാം ഇതിൻ്റെ ഒരു ഡബിളോ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 3/4 റേഞ്ച് പ്രൈസുള്ള ഫോൺസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ക്യാമറ ടെസ്റ്റ്, ഫോട്ടോഗ്രാഫി സംഭവങ്ങളിൽ നല്ല നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റായി തോന്നുന്നതെന്ന് വെച്ചാൽ അതും കമൻറ്റ് ഓൺ ചെയ്യൂ. പിന്നെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി 5100 mAh ആണ് വരുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പിക്സൽ ഫോണിനെക്കാട്ടും ഏറ്റവും ഹയസ്റ്റും, സാംസങ് S25 അൾട്രനെക്കാട്ടും കൂടുതലും, iPhone 16നെക്കാട്ടും കൂടുതലുമാണ്. അത് ഈ ഒരു 50-55,000 റേഞ്ചിൽ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. ഈ ഫോൺ തന്നെ ഓൾമോസ്റ്റ് ഒരു 30 hours കിട്ടുമെന്നാണ് അവർ പറയുന്നത്. ഇപ്പം നമ്മളിതിപ്പോൾ ഒരു 1.5 ദിവസമായിട്ട് ഒരു 20% വരെ എത്തിയിട്ടുള്ളൂ മിനിമം. അത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒരു 1.5 ദിവസം ഇത് ഓടും. അത് തന്നെ ഒരു വലിയൊരു സംഭവമാണ്. ഞാനിപ്പോൾ ഐഫോൺ റെഗുലർലി യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിപ്പോൾ ഒരു 2-3 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം തന്നെ ചിലപ്പോൾ ഒരു 2-3 പ്രാവശ്യം ഉപയോഗിക്കുന്ന അനുസരിച്ചിട്ട് അത് ചാർജ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അതൊരു ഭയങ്കര ഒരു തലവേദനയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഫാസ്റ്റ് കിട്ടലിനായിട്ട് അമ്മാതിരി രീതിയിൽ ഒരു ലാഗോ ഒരു സംഭവമോ ഒന്നും തന്നെ നമുക്ക് അനുഭവപ്പെടുന്നില്ല. ആ രീതിയിൽ അത്രയും ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. ഇത് ഇൻ്റർനെറ്റിൻ്റെ ഫാസ്റ്റാണ്. പക്ഷേ ആപ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നമ്മൾ വേറെ എടുക്കുമ്പോൾ ആ രീതിയിലുള്ള സംഭവമായിട്ടാണ് വരുന്നത് ഇതിൻ്റെ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് നോക്കുകയാണെങ്കിൽ ഇതിന് 120 Hz വരുന്നത്. പിന്നെ സാംസങ്ങിൻ്റെ S25 അൾട്രന് 120. iPhone നോർമൽ 16 ആണെങ്കിൽ ജസ്റ്റ് 60 മാത്രമേ റിഫ്രഷ് റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഇതിന്റെ പ്രൈസ് റേഞ്ച് വെച്ച് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു
ബാഡ്ജ് ആപ്പിളിന്റെ ഒരു ലോഗോ അല്ല വേണ്ടത്, അതിനും കൂടുതലായിട്ട് എന്തോസിയാസ്റ്റ് ആണ് അല്ലെങ്കിൽ സംതിങ് ഡിഫറെന്റ് നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഐ വുഡ് ഡെഫിനറ്റ്ലി സജസ്റ്റ് യു ടു ട്രൈ യുവർ ഹാൻഡ്സ് ഓൺ ദിസ് ഫോൺ ഫ്രം സംവെയർ. ചിലപ്പോൾ ഫ്രണ്ട്സിന്റെ അടുത്തായിരിക്കും, ചിലപ്പോൾ സ്റ്റോറിലായിരിക്കും, അങ്ങനെ എന്തെങ്കിലും പോയിട്ട് നോക്കുക. അതുപോലെ പിക്ചറിന്റെയും. അപ്പോൾ ഓവറോൾ ഒരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ ആബ്സല്യൂട്ട്ലി ലവ് ദിസ് ഫോൺ. എല്ലാ പൈസ ഈ 50,000 രൂപയ്ക്കും ടോട്ടലി വെർത്തിറ്റ് ആയിട്ട് ആണ് എനിക്ക് തോന്നിയത്. ഇനി ഇതിന്റെ ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസ്പോൺസ് വീഡിയോ അല്ലെങ്കിൽ യൂസർ എക്സ്പീരിയൻസ് വീഡിയോ ഒരു മാസം കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് കമന്റ് ഡൗൺ ചെയ്യും. അതുപോലെ തന്നെ ഗെയിമിംഗ് ടെസ്റ്റും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് പറയുന്ന ഗെയിം ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഇതിൽ ട്രൈ ചെയ്ത് നോക്കാം. ബാക്കിയുള്ള ഡിവൈസസും വേണമെങ്കിൽ കമ്പാരിസൺ വെച്ച് ചെയ്തിട്ട് നമുക്ക് ഗെയിമിംഗ് ടെസ്റ്റ് കൂടി വേണമെങ്കിൽ നമുക്ക് നോക്കാം.